വെൽക്കം ടു കാതൂരാൻവി ചാനൽ. ഓക്കെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഗെയിമുമായിട്ടാണ്. ഗെയിം എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഡാർക്ക് ഫാൻറ്റസിയുടെ കൂടാണ് കേട്ടോ. ബിസ്ക്കറ്റ് ഇല്ലാതെ ഞാനും കാത്തൂസും തിന്ന് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് കൂടാണ്. ഈ കൂട് വെച്ചിട്ടാണ് നമ്മൾ ഗെയിം. ഇതെന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ 90s കിഡ്സൊക്കെ അറിയാവുന്ന ഒരു ഗെയിമാണിത് കേട്ടോ. ഇത് വെറുതെ ഈ കൂട് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കഴിയുമ്പം ഈ കൂട് നമ്മളെടുത്ത് കളയുമല്ലോ. ഇത് കളയാവുന്നതിന് വരെ ഇത് കട്ടിയുള്ള പേപ്പറല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു സംഭവമുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് സംഭവം. ഇതിപ്പോൾ നമ്മൾ പണ്ട് എന്താ പറയുക, പണ്ടത്തെ കുട്ടികളെ കളിച്ചുകൊണ്ടിരുന്ന ഇവർക്കൊന്നും അറിയത്തില്ല. കാരണം ഇതുപോലുള്ള കട്ടിയുള്ള പേപ്പറുകളിലാണ് നമ്മളിത് യൂസ് ചെയ്യാറുള്ളത്. ഡാർക്ക് ഫാൻറ്റസി തന്നെയൊന്നും അല്ല കേട്ടോ, കട്ടിയുള്ള പേപ്പറുകളിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കളിയാണ്. കൂടുതൽ സസ്പെൻസ് ഒന്നും ഇടുന്നില്ല, ചിലർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും ഇത് എന്ത് സംഭവമെന്ന്. അപ്പം ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഇത് ഫുള്ള് നമുക്ക് വേണം, ഇതൊന്ന് കീറാതെ ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കണം. കീറല്ലേ, ഇത് ഓപ്പൺ ആക്കി എടുക്കണം കേട്ടോ. എന്തായാലും കത്രികയൊന്നും ഇല്ല കേട്ടോ, കത്രികയൊന്നും ഗ്രിപ്പില്ല. ബ്ലേഡ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവക്കൂടെ ബ്ലേഡ് കൊടുക്കണമെന്ന് പറയും. അതിൻ്റെ ആവശ്യമില്ല, ഇത് പെട്ടെന്ന് തന്നെ ആവും. ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇനി നമ്മളിത് ഇതിങ്ങനെ ചെറിയ ഇവിടെ ഇരിക്കുക, ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ മടക്കണം. ചെറിയ പീസാക്കി കട്ട് ചെയ്യണം കേട്ടോ. ഒരേ വലിപ്പമാണെങ്കിൽ അത്രയും നല്ലത്. കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കണേ. കത്രിക ഉണ്ടെങ്കിൽ നല്ല ഇതായിട്ട് കിട്ടിയേനെ. കത്രിക ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഫുള്ള് കത്രിക എന്ന് പറയുന്നുണ്ട്. അതാണ് അമ്മയ്ക്ക് നല്ല ഇഷ്ടം. കാത്തൂസിന് ഇത് എന്താ ഗെയിം എന്ന് അറിയാമോ? ഇല്ല, ഞാൻ അമ്മോട് ചോദിച്ചതാ, അന്നേരം അമ്മ പറഞ്ഞില്ല എന്നോട്. ഇത് വീഡിയോ ആണോ ഞാൻ ചോദിച്ചു. നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. മഴ പെയ്യുവാ. അതെ, മഴ പെയ്യുന്നുണ്ടല്ലേ അത്. മഴയില്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂടാട്ടോ. നമ്മൾ താമസിക്കുന്നിടത്ത് നല്ല ചൂടാണ്. കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ പണി പാളും. കടയപ്പോക്ക് വരുമ്പോ കരണ്ടില്ലായിരിക്കും, ചിലപ്പോ കണ്ടുണ്ട്. വീട്ടിൽ കുളിച്ചു വന്ന് ഞങ്ങൾ ബിരിയാണിയൊക്കെ വെച്ചു. കാത്തു പറയുന്നത് വല്ല മനസ്സിലാവുന്നുണ്ടോ? കാത്തൂസ് പറയുന്നത് ഞങ്ങൾ കടയിൽ പോയിട്ടൊരു ദിവസം വന്നപ്പം കറണ്ട് ഇല്ലായിരുന്നു. അന്നേരം ഞങ്ങൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ചോണ്ടാണ് വന്നത്. മറന്നു പോയി ഞാൻ കേട്ടോ. എന്തൊക്കെയാ പറയുന്നത്. അപ്പോൾ ഇതാ ഗൈസ്, നമുക്ക് കുറച്ച് ഇങ്ങനെ പീസ് ആക്കിയിട്ടുണ്ട്. ഇതെല്ലാം അങ്ങനെ പീസ് ആക്കണം. അങ്ങനെ പീസ് ആക്കിയതിന് ശേഷം ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇതുപോലെ കാർഡ് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞു കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനകത്ത്
കളേഴ്സ് ഇതിനകത്ത് നമ്മൾ ഓരോ പേരുകൾ എഴുതും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ കളേഴ്സ് എഴുതാം, അല്ലെങ്കിൽ എന്താ കളേഴ്സിൻ്റെ നെയിം എഴുതാം, ഫ്രൂട്ട്സിൻ്റെ നെയിം എഴുതാം, ഫ്ലവേഴ്സിൻ്റെ നെയിം എഴുതാം. കളേഴ്സ് വരച്ചാൽ മതി, പേരിടണ്ട. ഓക്കെ. അല്ലെങ്കിൽ മൂവി സിനിമയുടെ പേര് എഴുതാം. ഞങ്ങളൊക്കെ കളിക്കുമ്പോൾ സിനിമാ പേരാണ് എഴുതുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു കാർഡിൽ ഒരു സിനിമാ പേരാണെങ്കിൽ ഈ കാർഡിലും സിനിമാ പേരാണ്. എന്താ പറഞ്ഞേ കുട്ടി? ഓക്കെ. അപ്പോൾ ഈ 2 കാർഡിലും ഒരു സിനിമാ പേരായിരിക്കും. അല്ലെങ്കിൽ കളേഴ്സ് ആണെങ്കിൽ കളേഴ്സിൻ്റെ പേരായിരിക്കും. അവളെന്തൊക്കെയോ കാണിക്കുക. അടുത്ത കാർഡിൽ അടുത്ത സിനിമാ പേര്. അങ്ങനെ എന്തായാലും ഒരു പേര് 2 കാർഡിൽ എഴുതണം. ഓക്കെ. അപ്പോൾ നമുക്ക് കളേഴ്സ് എഴുതാം അല്ലേ കാത്തു? കളേഴ്സ് വച്ചാൽ മതി. ആ കളർ കൊണ്ട് നമുക്ക് ഇതിൻ്റെ പേര് എഴുതാം. ഓക്കെ. ആദ്യം എന്താ എടുത്തത്? ഓറഞ്ച് ആണേ. ഓക്കെ ഓക്കെ, വരയ്ക്കാം. കളേഴ്സ് ഒക്കെ എഴുതാം. ഓറഞ്ച്. കുറേ കളേഴ്സ് നമ്മുടെ കൈ പിടിച്ചു വെക്കാം. ഇതാണ് ഓറഞ്ച്. ഓറഞ്ച് കളർ. 2 കാർഡിലും ഓറഞ്ച് ആണ് എഴുതിയത്. ഓക്കെ. ഇനി അടുത്ത വേറെ കളർ എടുക്കും. ഏത് കളറാകാത്ത? റെഡ്. എനിക്കറിയാം റെഡിന്റെ ഫീൽ. അടുത്ത കളർ ഏതാണ്? അടുത്ത കളർ യെല്ലോ. പിങ്കിന്റെ കളർ. ഓക്കെ. അവർക്ക് പിങ്കിന്റെ കളർ എഴുതണോ? പിങ്ക് അവിടെ ഫേവറേറ്റ് കളറാണല്ലോ. പറഞ്ഞു തരാമോ? പറഞ്ഞു തരാം. PIN K. ഓക്കെ. ഇതിനകത്ത് എഴുതും. INK. എഴുതിയതാണ്. പിന്നെ ഇപ്പറ്റും കാണിച്ചു കൊടുക്കാം അവർക്ക്. കസൂസിന്റെ പിങ്ക് കണ്ടോ ഗൈസ്? പിങ്ക് സൂപ്പറാണോ? സൂപ്പറാണോ? PIEN കണ്ടോ? എടാ ഒന്നെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ഫുൾ എഴുതണം, അല്ലെങ്കിൽ ഫുള്ള് സ്മോൾ ലെറ്റർ എഴുതണം. അത്രയൊന്നും ആയിട്ടില്ല ഗൈസ്. എൻ്റെ കുഞ്ഞിപ്പോൾ UKG ആണ്, പക്ഷെ അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഇതാണ്ട് ഈ ഇങ്ങനെയൊക്കെയാ എഴുതി പഠിക്കുന്നത്. അങ്ങനെ അങ്ങനെയാണ്. അതുകൊണ്ടാ ഞാൻ തെറ്റിച്ചു. ഓക്കെ, സാരമില്ല. ഇനി അടുത്ത കളർ എടുക്കാം. നമുക്കിപ്പോൾ നല്ല മഴ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇടിയും മഴയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിയും മഴയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അലേർട്ടായിട്ടിരിക്കണം. സ്പെല്ലിങ് ഏതാ? അത് ബ്രൗൺ അല്ലേ? B അടുപ്പിച്ചെഴുത്. ROW. ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ച് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ കളിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ കുറച്ച് പേര് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് കളേഴ്സിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഷഫിൾ ചെയ്യാൻ പോകും. ഇത് ഷഫിൾ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ കൊടുക്കേണ്ടത്. ഷഫിൾ അവിടെ ചെയ്യും. നന്നായിട്ട് ഷഫിൾ ചെയ്യും. കുറച്ച് കളറേ ഞങ്ങൾ ഇട്ടുള്ളൂ, ആ ബാക്കി അവതായിരിക്കുന്നു. ഓക്കെ, ഇത് മതി. നന്നായിട്ട് ഷഫിൾ ചെയ്തോ? നന്നായിട്ട് ഷഫിൾ ചെയ്തു. ഓക്കെ, ഷഫിൾ ചെയ്തു. ഞാൻ നെറ്റി വെക്കട്ടെ. അങ്ങനെയല്ല പറഞ്ഞുതരാം. തിരിച്ചല്ലേ? നന്നായിട്ട് ഷഫിൾ ചെയ്തിട്ട് ഇപ്പം 2 പേരല്ലേ ഉള്ളത്. ഇപ്പം കാത്തും ഞാനും ആണേ ഉള്ളത്.
നമ്മളിങ്ങനെ തിരിച്ചിട്ടിട്ട് എത്ര പേരാ ഉള്ളത്? കാത്തൂസ് എടുക്കരുത്. കാത്തു 1, എനിക്ക് 2. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ തന്നെ വെക്ക്. ഇങ്ങനെ തന്നെ വെക്ക്. അതെനിക്കറിയാം. അങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ വെക്കണം. ഈ ടോപ്പിൽ നിന്ന് വേണം നമ്മൾ എടുക്കാൻ, അല്ലാതെ ഇങ്ങനെ നോക്കാൻ പാടില്ല. നമ്മൾ ടോപ്പിൽ നിന്ന് വെച്ച് വെച്ച് പോകണം. ഓക്കെ, ഫസ്റ്റ് പിങ്ക് ആണ് കേട്ടോ. പിങ്ക് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇത് വെച്ചു. അടുത്ത കാത്തൂസേക്ക്. കാത്തൂസിൻ്റെ അടുത്ത് ഇങ്ങനെയല്ല, തിരിച്ച് എൻ്റെ മേളിൽ ഇതാ അതെടുക്ക്. നോ നോ നോ, ഫസ്റ്റ് ഇരിക്കുന്ന എടുക്ക്. അതേതാണ്? ഓറഞ്ച് കളറാണ് കേട്ടോ. ഓറഞ്ച് കളറാണ്. അപ്പോൾ ഫസ്റ്റ് ഗെയിമിൽ ആരാ ജയിക്കുന്നത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഞാനല്ലേ വെക്കേണ്ടത്. യെല്ലോ. അടുത്തത് റെഡ്. ഓറഞ്ച്. ഗൈസ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്ന പിങ്ക്, ഓറഞ്ച്, യെല്ലോ, റെഡ്. അടുത്തത് ഞാൻ വെക്കാൻ പോകുന്നത് ഓറഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ ഇനി എനിക്കിപ്പോൾ കിട്ടാൻ പോകുന്നത് ഇത്രയും കിട്ടും. ഈ റെഡും യെല്ലോയും ഓറഞ്ചും. ഓറഞ്ച് വരെയുള്ള കാർഡ്സ് എനിക്ക് കിട്ടും. അപ്പോൾ ഗെയ്സ്, ഞങ്ങളുടെ വീഡിയോ അത്ര ഉണ്ടായിരുന്നുള്ളൂ. കാർഡ് വെച്ച് ഗെയിം കളിക്കുന്നത്. പണ്ട് കുട്ടികളെ ഇപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ ഇടിയൊക്കെ ആകുമ്പോൾ നമ്മൾ പുറത്തോട്ടൊന്നും പോകാതെ വീട്ടിനകത്ത് എന്തെങ്കിലുമൊക്കെ ഗെയിമൊക്കെ കളിക്കത്തില്ലേ? അപ്പോൾ അങ്ങനെ വീട്ടിലിരുന്ന് കളിക്കുന്ന ഒരു ഗെയിംസിനകത്തുള്ള ഉൾപ്പെടുന്നൊരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ കാത്തൂസിൻ്റെ എല്ലാ കളേഴ്സ് ഒന്നും വായിക്കാനൊന്നും അറിയത്തില്ല. കുറച്ചുകൂടെ വലിയ കുട്ടികൾ വായിക്കാനൊക്കെ ഓക്കെ, വലിയ കുട്ടികളായിട്ടൊക്കെ കളിക്കുന്ന കളികളാണ്. വീട്ടിലിരുന്ന് കളിക്കാൻ പറ്റുന്ന കളിയാണ്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ അപ്പോൾ ഓക്കെ ഗൈസ്, ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.